നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, പഞ്ചാബിലെ സിഖ് മതത്തിൽപ്പെട്ട മനുഷ്യർ വലിയ പ്രക്ഷോഭത്തിലാണ് ഈ വഖഫ് ഇതിനെതിരെ. കാരണം ഇതൊരു മതത്തിന് മാത്രമല്ല വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ, ഓർക്കുന്നുണ്ടോ വഖഫ് നിയമം പാസ്സാക്കിയ അന്ന് കേരളത്തിൽ സംഘപരിവാരം വളരെ സന്തോഷത്തോടുകൂടി പ്രചരിപ്പിച്ച ഒന്ന് രണ്ട് പ്രതികരണങ്ങളുണ്ടായിരുന്നു. ക്രിസ്ത്യൻ പേരുള്ള ഒന്ന് രണ്ട് പേരുടെ പ്രതികരണമാണ്. അതായത് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പൗരത്വം പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരൊറ്റ ഇന്ത്യൻ മുസ്ലിമിൻ്റെയും പൗരത്വം പോയില്ല. ജമ്മു കാശ്മീരിൻ്റെ 307 എടുത്ത് കളഞ്ഞപ്പം കാശ്മീർ മുഴുവൻ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അതുപോലെ തന്നെയാണ് വഖഫ്. അങ്ങനെയല്ലല്ലോ. പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ ഒരു കാരണവശാലും മതം ഒരു ഘടകമാകാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് നമ്മൾ പൗരത്വം പോലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ പൗരത്വം മതം ഒരു ഘടകമാക്കുകയാണ്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിവേര് മാന്തത്തിന് തുല്യമല്ലേ.